മറ്റൊരു തൂഫാനായി വ്യാജ ലോട്ടറി മാഫിയ മാറുകയാണ്. ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെ.എസിന് ഓൾ കേരള ലോട്ടറി INTUC യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് വ്യാജ ലോട്ടറിയുമായി ബന്ധപ്പെട്ട നിവേദനം നൽകി. കേരളത്തിൽ വ്യാജ ലോട്ടറികൾ, സംസ്ഥാന ലോട്ടറിയുടെ വ്യാജ ലോട്ടറികൾ ഇല്ല. ഇപ്പോൾ വ്യാജ ലോട്ടറികളായി പ്രചരിക്കുന്നത് പ്രൈസ് അരിച്ച ടിക്കറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് അത് വ്യാജ ലോട്ടറിയായി പറയുന്നതല്ലാതെ സംസ്ഥാന ലോട്ടറിക്കകത്ത് വ്യാജ ലോട്ടറികൾ ഇല്ല. സംസ്ഥാന ലോട്ടറി 1,08,00,000 ടിക്കറ്റ് അച്ചടിക്കുന്നത് പൂർണ്ണമായും യഥാർത്ഥ ലോട്ടറികൾ മാത്രമാണ്. വ്യാജ ലോട്ടറികൾ സംസ്ഥാന ലോട്ടറിയിൽ ഇല്ല. വ്യാജ ലോട്ടറികൾ എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. അത് കേരള ലോട്ടറിയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെക്ക് പോസ്റ്റുകളിൽ ഒരുപാട് ഈ ഓൺലൈൻ ലോട്ടറിയും എഴുത്ത് ലോട്ടറിയുമാണ് സംസ്ഥാന ലോട്ടറിയുടെ ഏറ്റവും വലിയ വിപത്തുകൾ എന്ന് പറയുന്നത്. ഓൺലൈൻ ലോട്ടറി പൂർണ്ണമായും നിരോധിക്കണം. പേപ്പർ ലോട്ടറികൾ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും ഓൺലൈൻ ലോട്ടറി വിൽക്കാൻ അനുവദനീയമല്ല, നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെയാണ് എഴുത്ത് ലോട്ടറി. നമ്പർ എഴുതി കൊടുത്ത് സംസ്ഥാന ലോട്ടറിയുടെ അവസാനത്തെ 3 അക്കം എഴുതി കൊടുത്ത് എഴുത്ത് ലോട്ടറി നടത്തുന്ന വ്യാജ ലോട്ടറിക്ക് പോലെ തന്നെ നടത്തുന്ന ഒരു സംവിധാനമാണ് എഴുത്ത് ലോട്ടറി. ഈ 2 സംവിധാനവും കേരളത്തിൻ്റെ ലോട്ടറി മേഖലയിൽ നിന്നും പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഓൾ കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC പ്രധാനപ്പെട്ട ആവശ്യം തന്നെ. ഇതനുസരിച്ച് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജിലൻസ് വിഭാഗം ശക്തിപ്പെടുത്തണം. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒഴുക്കത്തുകൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള വിജിലൻസ് സംവിധാനം ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഊർജിതപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പാലക്കാട് മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ സംഘടിതമായും ഈ ഓൺലൈൻ ലോട്ടറി നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ബൗണ്ടറികളിൽ ഇന്ന് വ്യാജ ലോട്ടറികൾ പോലെയുള്ള ഓൺലൈൻ ലോട്ടറികൾ അത് വ്യാപകമായി നടക്കുന്നുണ്ട്. അത് സൈബർ സെല്ല് വഴി ഇതെല്ലാം കണ്ടുപിടിച്ച് പൂർണ്ണമായും നിരോധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലോട്ടറി രംഗം സംശുദ്ധമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് INTUC അഭിപ്രായം. INTUC ലോട്ടറി ഡയറക്ടർക്ക് കൊടുത്ത ഒരു പകർപ്പ് നമുക്ക് കിട്ടിയിരുന്നു. അത് നമ്മൾ കാണുന്ന പോലെ ഏറ്റവും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും തീരുമാനം എടുക്കണം. കാരണം ഈ ഓൺലൈൻ ലോട്ടറികളാണ് ഒരു കുത്ത് ബുക്ക് എടുത്തിട്ട്, അതായത് 25 ടിക്കറ്റുള്ള ഒരു കുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അത് ഓൺലൈൻ വഴി 3000, 4000, 5000 പേർക്ക് വിതരണം ചെയ്യുന്ന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വഴിയാണ് ഈ ഓൺലൈൻ വഴി ഇന്ന് ലോട്ടറി രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നിർബന്ധമായും അത് നിരോധിക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യാനുള്ള നടപടികൾ ലോട്ടറി രംഗത്ത് ഉണ്ടാകണം. തിരുവനന്തപുരം നമ്മുടെ ഒരു കുടുംബത്തിനെ കണ്ടിരുന്നു. ആ കുടുംബം പറഞ്ഞത് ലക്ഷത്തിന് മുകളിൽ ഞങ്ങളുടെ അമൗണ്ട് പോയിട്ടുണ്ട് ഈ ഓൺലൈൻ വഴി എന്നാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായും ഒരേ നമ്പർ തന്നെ പലർക്കും കൊടുത്തിട്ടുണ്ടാവും ഓൺലൈൻ വഴി. ഈ ഒരേ ടിക്കറ്റിന്റെ കോപ്പി എടുത്ത് പലർക്കും ഓൺലൈൻ വഴി കൊടുത്തിട്ടുണ്ടാവും. ഒരാൾക്കല്ലേ സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റ് പലർക്കും സമ്മാനം അടിച്ച ടിക്കറ്റുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഒരാൾക്കായിരിക്കും ഒരു സമ്മാനം കൊടുക്കുന്നത്, ബാക്കിയുള്ള ആളുകളെല്ലാം വഴിയാധാരാവും. അതിന്റെ ഒരു ഭാഗമായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓൺലൈൻ ലോട്ടറി കേരള ഗവൺമെന്റ് അനുവദിച്ചാണ്? ഒരിക്കലും അനുവദിച്ചിട്ടില്ല. പേപ്പർ ലോട്ടറി നിയമത്തിൽ ഓൺലൈൻ ലോട്ടറി അനുവദിക്കാൻ പറ്റില്ല. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.